ഗു എന്ന ഏറ്റവും പുതിയ ചിത്രത്തിൻ്റെ വിശേഷങ്ങൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാൻ പ്രേക്ഷകരുടെ തന്നെ ഏറ്റവും പ്രിയപ്പെട്ട ദേവനന്ദ എന്ന് സി മലയാളം ന്യൂസിനൊപ്പം ചേർന്നിട്ടുണ്ട്. ദേവനന്ദ, ഹലോ. ഹലോ. ഓക്കെ, ഞാൻ ദേവനന്ദ എന്ന് വിളിക്കണോ കല്ലു എന്ന് വിളിക്കണോ? എങ്ങനെ വേണമെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഈ സിനിമ ഇതിപ്പോൾ ദേവനന്ദ ഇപ്പോൾ എന്താ ഫസ്റ്റ് ഈ മാളികപ്പുറം അതിലൂടെ ഇപ്പോൾ അയ്യപ്പനുമായിട്ട് വന്നിട്ട് വലിയ ബ്ലോക്ക് ബസ്റ്ററായിട്ട് മാറി. ഇപ്പോൾ ദാണ്ട തമിഴിൽ ഒരു ഹൊറർ സബ്ജക്റ്റ്, അത് എന്താ ഒരു പ്രേതത്തിനെ കൊണ്ടുവന്നിട്ട് അതും ഇപ്പോൾ വലിയ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. ഇത് ദാണ്ട വീണ്ടും നാളെ അടുത്തൊരു ഹൊറർ സബ്ജക്റ്റ്. ഇതെന്താ ഈ ദൈവങ്ങൾ പിന്നെ പ്രേതങ്ങൾ ഈ സൂപ്പർ നാച്ചുറൽ സബ്ജക്റ്റുകൾ, മോക്കതിൽ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടോ അത്തരം കാര്യങ്ങൾ? ഞാനല്ല ചൂസ് ചെയ്യുന്നത്, അച്ഛനാണ് ചൂസ് ചെയ്യുന്നത്. നമ്മൾ അങ്ങനെയല്ല, നമ്മൾ അച്ഛന് ഇഷ്ടമാകുന്ന സബ്ജക്റ്റ്, ഇപ്പോൾ എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റ് അല്ലാതെ ഇപ്പോൾ ഭക്തി അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറൽ സ്റ്റഫായിട്ടല്ല. എടുത്തു നോക്കി നമ്മൾ പല ജോണർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഗു എൻ്റെ 14ാമത്തെ സിനിമയാണ്. ഞാൻ സൈജങ്ങളും അച്ഛനും മകളുമായിട്ട് മാളികപ്പുറം സിനിമയ്ക്ക് ശേഷം അഭിനയിച്ച സിനിമയാണ്. ഗു ഒരു ഹൊറർ ഫാൻറ്റസിയാണ്, ഫാൻറ്റസി എലമെൻറ്റും കൂടെ ഉണ്ട്. പിന്നെ കുട്ടികൾക്കും വന്ന് കാണാൻ പറ്റുന്ന സിനിമയാണ്. കാരണം എന്നെ പോലെ എൻ്റെ പ്രായമുള്ള കുറച്ച് കൂട്ടുകാരും കൂടെ ഉണ്ട് സിനിമയിൽ. അപ്പോൾ ഞങ്ങൾ കസിൻസ് ആയിട്ടാണ് അഭിനയിക്കുന്നത്. ഞങ്ങളെല്ലാവരും വെക്കേഷന് വേണ്ടി നമ്മുടെ തറവാട്ടിലൊരു കാര്യം നടത്തി തീർക്കാൻ വേണ്ടിയാണ് വരുന്നത്. അപ്പോൾ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് സിനിമ. ഓക്കെ, ഇത് മൊത്തത്തിൽ ഈ കഥ മോളല്ല ചൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഈ പക്ഷേ ഈ സബ്ജക്റ്റുകൾ എങ്ങനെയാണ് മോളുടെയും കൂടെ ഇഷ്ടം കണക്കാക്കിയിട്ടാണോ ഷൂട്ടിംഗ് ആരംഭിക്കുന്നത്? അച്ഛന് അത് ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ എനിക്കറിയാം അത് നല്ല സബ്ജക്റ്റ് ആയിരിക്കും എന്ന്. അപ്പോൾ അച്ഛൻ കുഞ്ഞൊരു ത്രെഡ് പറയും. ഗുവിൻ്റെ പറഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടമായിരുന്നു, ഒത്തിരി എക്സൈറ്റഡ് ആയിരുന്നു ഷൂട്ടിങ്ങും അടിപൊളിയായിരുന്നു. ഇപ്പോൾ അത് നാളെ റിലീസാകാൻ പോവാണ് സിനിമ. ഈ സിനിമ കെട്ടിയിട്ടുള്ള മോളുടെ ഒരു പ്രതീക്ഷ എന്തൊക്കെയാണ്? ഗു മോൾക്ക് ഇഷ്ടമായ സബ്ജക്റ്റാന്ന് പറഞ്ഞു, ഒരു ഡിഫറെൻറ്റ് സ്റ്റൈലാണ്, നമുക്ക് തന്നെ കേട്ടിട്ട് ഭയങ്കര ഒരു ഡിഫറെൻറ്റ് കോൺസെപ്റ്റ് ആയിട്ടൊക്കെ തോന്നി. ഇപ്പോൾ ഗുളികൻ എന്നൊക്കെ പറയുന്ന ഒരു സംഗതിയൊക്കെ ഇല്ലേ, മോൾക്ക് എന്താണ് തോന്നുന്നത്? ഗുളികനെക്കുറിച്ചാണ്. ഗുളികൻ അഷ്ടനാഗങ്ങളിൽ 7ാമനാണ്. അപ്പോൾ തിയേറ്റർ എക്സ്പീരിയൻസ് അടിപൊളിയായിരിക്കും. കാരണം ജൂനാഥൻ ചേട്ടൻ ആണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു പാട്ട് റിലീസായിട്ടുണ്ട് സരിഗമയിലൂടെ, പന്തം പാട്ട്. അപ്പോൾ ട്രെയിലറിലൂടെയൊക്കെ നമുക്ക് കേൾക്കാം. അടിപൊളി ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. അതും ചന്ദ്രകാന്ത് ചേട്ടൻ, ചന്ദ്രചേട്ടനാണ് DOP. അപ്പോൾ ചേട്ടൻ അടിപൊളി വിഷ്വൽസ് ചെയ്തിട്ടുണ്ട്. ചേട്ടനാണ് തല്ലുമാലയിലൊക്കെ 360 ക്യാമറയും മഞ്ഞുമൽ ബോയ്സിലൊക്കെ ക്യാമറ ഒക്കെ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും തിയേറ്ററിൽ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിനിമയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാ ഏജ് ഗ്രൂപ്പിനും വന്ന് കാണാൻ പറ്റുന്ന സിനിമയാണ്. അതും നിരഞ്ജൻ ചേട്ടൻ എൻ്റെ അച്ഛൻ്റെ അനിയനായിട്ടാണ്, കസിൻ അനിയനായിട്ടാണ്. ഞങ്ങളുടെ ചെറിയച്ഛനാണ്, ഞങ്ങൾ സ്നേഹത്തോടെ ചെറിയെന്നാണ് വിളിക്കുന്നത്. മണിയമ്പിള്ള രാജോങ്കളുണ്ട്, കുഞ്ഞൻ സാറുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും വന്ന് കാണാൻ പറ്റും. ഈ നിരഞ്ജൻ ചേട്ടൻ്റെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു ഒരു മനയിൽ വെച്ചായിരുന്നു ഷൂട്ടിംഗ്. ആ മന തന്നെ ഒരു പേടിപ്പിക്കുന്ന ഒരു അന്തരീക്ഷമായിരുന്നു. അപ്പോൾ മോക്ക് എങ്ങനെയാണ് ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് പേടി തോന്നിയത്? ഒരു ഹൊറർ സബ്ജക്റ്റ് അല്ലേ? നമുക്ക് എല്ലാവർക്കും പേടിയുണ്ട്. ഏത് മനുഷ്യനാണെങ്കിലും മനസ്സിനുള്ളിൽ പേടി ഉണ്ടാകും, എന്ത് കാര്യമായാലും. ഇപ്പം എനിക്ക് ഇരുട്ടിനെ പേടിയാണ്, പാമ്പിനെ പേടിയാണ്, ചിലർക്ക് ചിലപ്പോൾ മനുഷ്യരെ പേടിയാണ്. അപ്പോൾ ആ മന അങ്ങനത്തെ ഒരു ടൈപ്പ് ആയതുകൊണ്ട് നമുക്ക് ഇത്തിരി പേടി ഉണ്ടായിരുന്നു. ഭയങ്കര ഇടുങ്ങിയ മുറി അങ്ങനത്തെ ഒരു ഇതായതുകൊണ്ട് എല്ലാവരും ഒന്നിച്ച് കൂടിയിരിക്കുമായിരുന്നു, ആരും ഒറ്റയ്ക്ക് പോയിരിക്കില്ലായിരുന്നു. അതും ഭയങ്കര രസമായിരുന്നു. കാരണം ഉച്ചയ്ക്ക് നമ്മളെല്ലാവരും ഫുഡ് കഴിച്ചിട്ട് ഒരു ടേബിൾ ഉണ്ടാവും, അതിൻ്റെ ചുറ്റും ഇരുന്നിട്ട് യൂണൊക്കെ കളിക്കും. അപ്പോൾ ഷൂട്ടിങ്ങും ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. ഇരുട്ടിനെ പേടിയാണെന്ന് പറഞ്ഞു, രാത്രിയുള്ള ഒരുപാട് ഷോട്ടുകൾ അതിൻ്റെ ട്രെയിലറിൽ തന്നെ കണ്ടല്ലോ. പക്ഷേ സാധാരണ ഹൊറർ മൂവീസ് രാത്രിയാണ് ബേസ്ഡ്. ഒരു വെള്ളസാരി കൊടുത്തൊരു പ്രേതം ഇങ്ങനെ വരും, എല്ലാവരും പേടിച്ചവും. പക്ഷെ ഗു അങ്ങനെയല്ല, ഗു രാത്രി തീംഡ് അല്ല, ഡേ ഹൊററാണ്. ഇപ്പോൾ ഇങ്ങനെ നടക്കുന്ന സമയത്ത് അവിടെ വരുന്ന കാര്യങ്ങളും ഓരോരുത്തരും പേടിക്കുന്നതും അങ്ങനെയാണ്. ഇതിൽ മോളുടെ കഥാപാത്രമാണ്, അതിനെ കേന്ദ്രീകരിച്ചാണ് കഥ പോകുന്നതെന്ന് കഴിഞ്ഞ ദിവസം സൈജു ചേട്ടൻ ഇങ്ങനെ പറഞ്ഞിരുന്നു. മോളുടെ കഥാപാത്രത്തിനെ പറ്റി ഒന്ന് പറയാമോ? എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് മിന്ന എന്നാണ്. ഞാൻ ബാംഗ്ലൂരാണ് നിൽക്കുന്നത്. എൻ്റെ അച്ഛനൊരു സോഫ്റ്റ്വെയർ എൻജിനീയറാണ്. ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് ആദ്യമായിട്ടാണ് തറവാട് വീട്ടിലേക്ക് വരുന്നത്. ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനത്തെ ഒരു പ്രദേശമൊക്കെ കാണുന്നത്, തറവാട് വീട്. അതും അത്രയും പഴയ കാര്യങ്ങൾ, ഈ പാടം, കുളം. അതും ഗുളികനെക്കുറിച്ച് ആദ്യമായിട്ടാണ് മിന്ന കേൾക്കുന്നത്. കാരണം ബാംഗ്ലൂരിൽ നിൽക്കുമ്പോൾ അതൊന്നും ഇല്ലല്ലോ അവിടെ. അതും മിന്നയുടെ അച്ഛൻ മിന്നെ ഈ കഥയൊന്നും പറഞ്ഞ് പേടിപ്പിക്കാറില്ല. കാരണം മിന്നയുടെ അച്ഛൻ കുഞ്ഞായിരുന്നപ്പോൾ നമുക്ക് ട്രെയിലറിലൂടെ മനസ്സിലാകും മിന്നയുടെ അച്ഛൻ കുറേ
കഥകൾ കേട്ടിട്ടുണ്ട്, പക്ഷെ മിന്നയിലേക്ക് അത് പാസ് ചെയ്യാൻ സമ്മതിക്കില്ല. അപ്പോൾ മിന്ന അങ്ങനെ കേട്ടിട്ടില്ല. പക്ഷേ ഇവിടെ വരുമ്പോൾ മിന്ന ഇങ്ങനെ കഥകളൊക്കെ കേൾക്കും, ഗുളികനെ കുറിച്ച് അറിയുന്നു. അവിടെ പിന്നെ കസിൻസിൻ്റെ കൂടെ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നു. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കാര്യങ്ങൾ നടക്കുന്നു. അതൊക്കെയാണ് ഇതിനകത്ത് ഇപ്പോൾ ഗുളികനാണ് സബ്ജക്റ്റ്. മോള് തന്നെ പറഞ്ഞിരുന്നു മോക്കിപ്പോൾ ഗുളികനെ പറ്റി കുറച്ച് അത്യാവശ്യം അറിവൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ അരമനൈ 4 മോളുടെ ഇതിന് തൊട്ട് മുമ്പത്തെ പടം തിയേറ്റർ റിലീസ് ചെയ്ത് അതിനകത്ത് ബാക്ക് എന്ന് പറഞ്ഞൊരു പ്രയോഗത്തിനെ പറ്റിയിട്ടായിരുന്നു. ഒരു പഴയ എന്താ അതെ ഒരു ദുഷ്ടശക്തി അതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇതെന്താ മോക്കിങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ ബാക്ക് ഇതാണ്ട് ഇപ്പോൾ ഗുളികൻ അതൊക്കെ അതിലൊരു ഇത് തോന്നിയിട്ടില്ലേ? എനിക്ക് അത്രയും പേര് അറിയൂലായിരുന്നു അരമനയിലെ പ്രേതത്തിൻ്റെ. ബാക്ക് എന്ന് പറയുമ്പോൾ അത് ആസാമീസാണ്. ഈ പ്രേതം എന്ന് പറയുമ്പോൾ ഇത് പ്രേതം എന്ന് പറയാൻ പറ്റില്ല, ഒരു സൂപ്പർ നാച്ചുറൽ ഫോഴ്സ്. അതിവിടെ കേരളത്തിൽ ബേസ് ചെയ്തിട്ടുള്ളൊരു സൂപ്പർ നാച്ചുറൽ ഫോഴ്സാണ്. അങ്ങനെ നോർത്തിലേക്ക് പോകുന്നില്ല. എല്ലാവർക്കും സിനിമ കാണുമ്പോൾ അതിനെക്കുറിച്ച് കുറച്ചും കൂടെ മനസ്സിലാകും. ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട് ഒരു സീനിൽ അതിനെക്കുറിച്ച്. മോക്കെങ്ങനെ വിശ്വാസമുണ്ടോ ഈ പ്രേതത്തിനൊക്കെ? എനിക്ക് ഇത്തിരി പേടിയുണ്ട്. എന്ത് പറഞ്ഞാലും നമുക്ക് ഇപ്പോൾ പെട്ടെന്ന് ഒരു ശബ്ദം കേട്ടാലൊക്കെ പേടിയുണ്ട്. അച്ഛനമ്മയും പറയുന്നത് ഇങ്ങനെ പ്രേതങ്ങളില്ല, നമ്മൾ പ്രേതങ്ങളെ പേടിക്കേണ്ട ആവശ്യമില്ല, പക്ഷെ മനുഷ്യനെ പേടിക്കണം എന്നാണ് പറയുന്നത്. ഇപ്പോൾ കള്ളന്മാരെയൊക്കെ പേടിയാണ്. അതും ഈ സിനിമയിലൊക്കെ കാണുന്ന അറ്റാക്കേഴ്സ് ഇല്ലേ, വേഗം വന്ന് കുത്തുന്നതൊക്കെ, അതൊക്കെ പേടിയാണ്. അപ്പം അങ്ങനത്തെ സിനിമകളൊന്നും കാണാറില്ല? എല്ലാ ജോണറും കാണുമ്പോൾ അത് നമ്മൾ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി കാണും. അല്ലാതെ റിയൽ ലൈഫിൽ നോക്കിയാൽ അങ്ങനത്തെ ആൾക്കാരെ പേടിയാണ്, പക്ഷെ സിനിമ കാണും. ഈ പണ്ടുള്ള ആളുകൾ ഇങ്ങനെ പറയാറുണ്ട്, ഈ ദൈവത്തിൽ വിശ്വസിച്ച പ്രേതത്തിലും വിശ്വസിക്കണം എന്നൊക്കെ പറയാറുണ്ട്. നമുക്ക് ദൈവവിശ്വാസമില്ലേ? ദൈവവിശ്വാസമുണ്ട്. ദൈവത്തിനെ വിശ്വസിച്ച പ്രേതത്തിനെ അല്ല സത്യത്തിൽ. വേറൊരു പോസിറ്റീവ് എനർജീനെ വിശ്വസിച്ച എന്തായാലും പോസിറ്റീവ് എനർജി ഉണ്ടെന്നാണല്ലോ നമ്മുടെ ഇതിൽ. അപ്പോൾ നെഗറ്റീവ് എനർജി ഉണ്ടാകും. എല്ലാവരും ചില സമയത്തൊക്കെ എക്സ്പീരിയൻസ് ചെയ്യും, ചിലവർ എക്സ്പീരിയൻസ് ചെയ്യാറില്ല. എല്ലാം ദൈവവും പ്രേതവും ഒക്കെ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് അല്ലേ മോള് പറഞ്ഞ പോലെ. ഇപ്പോൾ ഇന്ന് കഴിഞ്ഞ ദിവസം തന്നെ ഞാനിപ്പോൾ ഓഫീസിലോട്ട് വരുന്ന വഴിയൊക്കെ വഴിയിൽ ഇങ്ങനെ ഫ്ലെക്സ് ഒക്കെ കണ്ടിരുന്നു, ഈ സിനിമയുടെ പോസ്റ്ററുകൾ. അതുപോലെ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ സ്ക്രോൾ ചെയ്യുമ്പോൾ സ്ഥിരം വരാറുണ്ട്. അതിൽ തന്നെ ഇപ്പോൾ എഴുതിയിരുന്ന ഒരു വാചകം എന്ന് പറയുന്നത് മലയാളികളുടെ പ്രിയപ്പെട്ട അച്ഛനും മകളും ഇതിലൂടെ വീണ്ടും ഒന്നിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളൊരു വരി കണ്ടു. ഇപ്പോൾ സൈജി കുറുപ്പ് അദ്ദേഹമാണ് ഇപ്പോൾ അച്ഛനായിട്ട് വരുന്നത്, വീണ്ടും രണ്ടാമത് മാളികപ്പുറത്തിന് ശേഷം വീണ്ടും വരികയാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴുള്ളൊരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ചേച്ചങ്ങളുടെ കൂടെ വർക്ക് ചെയ്യാൻ ഭയങ്കര രസമാണ്. നമ്മൾ ഭയങ്കര കംഫർട്ടബിളാണ്. നമുക്ക് ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാം. അതും മാളികപ്പുറത്തിന് ശേഷം ആയതുകൊണ്ട് ആ പരിചയമുണ്ട്. അതും ആ സെറ്റ് തന്നെ ഭയങ്കര രസമായിരുന്നു, ഷൂട്ടിംഗ് എക്സ്പീരിയൻസ് ഒക്കെ. അത് അദ്ദേഹം എങ്ങനെയായിരുന്നു? ഇപ്പോൾ ഈ ഒരുപാട് ആളുകൾ ഇങ്ങനെ പറയാറുണ്ട്, ഇപ്പോൾ അച്ഛനും മകളുമായിട്ടൊക്കെ അഭിനയിക്കുന്നത് അത് അവർ തമ്മിലൊരു കെമിസ്ട്രി വരും. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിക്കുമ്പോഴുള്ളൊരു എക്സ്പീരിയൻസ് ഒക്കെ നല്ല എക്സ്പീരിയൻസ് ആണ്. കാരണം നമ്മൾ ഓൾറെഡി മാളികപ്പുറത്തിൽ അഭിനയിച്ചു അച്ഛനും മകളുമായിട്ട്, പിന്നെയും അഭിനയിക്കുകയാണ്. അപ്പോൾ മാളികപ്പുറത്തുള്ള പോലെ അച്ഛനും മകൾക്കും നല്ലൊരു ബോണ്ട് ഉണ്ട് ഈ സിനിമയിൽ. അങ്ങനെയുള്ളൊരു ഈ നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരം അങ്ങനെയുള്ള ഗുളികനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും മുകളിലേക്ക് എത്തരുത് എന്ന് ആഗ്രഹമുള്ള അച്ഛൻ. ഇതിനകത്തുള്ള ഇപ്പോൾ ഗുളികനെ പറ്റിയിട്ട് ഈ കഥ കേട്ടപ്പോൾ മോളെങ്ങനെ കുറച്ച് റിസർച്ച് ചെയ്തിരുന്നു? ഈ ഗുളികനെ പറ്റി ഞാൻ ഗൂഗിളിൽ അടിച്ചു നോക്കി ഫോട്ടോ കണ്ടു. പിന്നെ മനുചേട്ടനാണ് ഡയറക്ടറും റൈറ്ററും. ചേട്ടൻ ഇങ്ങനെ ഗുളികനെ കുറിച്ച് പറഞ്ഞു തന്നു. പിന്നെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ കേട്ടിട്ടുണ്ട്, അച്ഛനമ്മയൊക്കെ കേട്ടിട്ടുണ്ട്. അതും നമ്മൾ ഓരോരുത്തരടുത്തും ഇപ്പോൾ ഗു ആണ് എൻ്റെ നെക്സ്റ്റ് മൂവി എന്ന് പറയുമ്പോൾ ഗുളികനെ കുറിച്ച് ആണെന്ന് പറയുമ്പോൾ അവർ പറയും ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, നാവിൽ ഗുളിക നിൽക്കുന്ന സമയത്ത് ഒന്നും പറയാൻ പാടില്ല, നല്ലത് പറഞ്ഞാൽ നല്ലത് വരും, ചീത്ത പറഞ്ഞാൽ ചീത്തയാകും. ഇപ്പോൾ ഇത് ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് എങ്ങനെ ഒരു പുതിയ അറിവായിരുന്നു? കാരണം ഇങ്ങനെ സൗത്തിലേക്ക് വരുമ്പോൾ ഗുളികനെ കുറിച്ച് അത്ര അറിയില്ല. നോർത്തിലാണ് അവിടെ തെയ്യമുണ്ട്, ഇവിടെ അങ്ങനെ തെയ്യമില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഫ്രണ്ട്സ് ഗുളികൻ കൊള്ളാലോ, നല്ല പേര്. അപ്പോൾ ഒരു ക്ലാസ്സിനിടയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ഒരു സാറുണ്ട്, ചെസ് ക്ലാസ് ആയിരുന്നു. ആ സാറ് ഭയങ്കര കൂട്ടാണ് ഞങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും. അപ്പോൾ സാറ് ചോദിച്ചു നെക്സ്റ്റ് മൂവി എന്നപ്പോൾ ഞാൻ പറഞ്ഞു ഗു ആണ്, ഗുളികനെ കുറിച്ചാണ്. അപ്പോൾ സാറ് അടിച്ചു നോക്കി, എല്ലാവരും വന്ന് അങ്ങനെ ഫോട്ടോ ഒക്കെ കണ്ടു ഫ്രണ്ട്സ്. അപ്പോൾ
എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഒരു പുതിയ അറിവായിരിക്കും ഗുളികൻ. അപ്പോൾ എല്ലാവരും ഫസ്റ്റ് ഡേ തന്നെ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട് സിനിമ. ഫ്രണ്ട്സൊക്കെ പോയി കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതിനു മുമ്പേ ഇപ്പോൾ അരമന 4 ആയിരുന്നു. അപ്പോൾ അതിനകത്തുള്ള കാസ്റ്റ് നമുക്കറിയാം. ഇപ്പോൾ തമന്ന ഭാട്ടിയുണ്ട്, റാഷി ഖന്നയുണ്ട്, പിന്നെ സുന്ദർ ഡയറക്ടർ, അതുപോലെ തന്നെ നായകനുമാണ്. ആ സിനിമയിൽ നിന്ന് ഇപ്പോൾ നേരെ മലയാളത്തിലോട്ട് ഇപ്പോൾ വീണ്ടും വരെയാണ്. അപ്പോൾ അതിൻ്റെ ഷൂട്ടിംഗ് എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയായിരുന്നു അരമന 4? അരമന 4 എൻ്റെ ആദ്യത്തെ തമിഴ് മൂവിയായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം തമന്ന ദീദിയുടെ മോളായിട്ടാണ്, ശക്തി എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്, ത്രൂ ഔട്ട് ഉള്ളതാണ്. ആദ്യമായിട്ടാണ് അത്രയും തമന്ന ദീദിയുടെയും റാഷി ദീദിയുടെ ഒക്കെ കൂടെ അഭിനയിക്കുന്നത്. അതും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. വരിക്കാശ്ശേരി മനയിലും ഉണ്ടായിരുന്നു ഷൂട്ട്, ചെന്നൈയിലും ഉണ്ടായിരുന്നു. ഭയങ്കര രസമായിരുന്നു. അത് ഇപ്പോൾ തമിഴ്നാട്ടിലെ ഏറ്റവും ആദ്യത്തെ ഈ വർഷത്തെ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായി. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. ഈ വർഷത്തെ ആദ്യത്തെ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റാണ് തമിഴ്നാട്ടില്. അതിപ്പോൾ മോള് അത് തന്നെ ഞാൻ നോക്കിയപ്പോൾ ഇപ്പോൾ ഉണ്ണിമുഖം തന്നെ ഇപ്പോൾ കുറേ കരിയറിൽ ഒരു ചെറിയ ഗ്യാപ്പിന് ശേഷം വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ നേടിക്കൊടുത്തു. അതുപോലെ തന്നെ തമിഴ് സിനിമയിൽ ഒരു ചെറിയ ഗ്യാപ്പിന് ശേഷം വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ നേടിക്കൊടുത്തു. ഇങ്ങനെ ഒരു ഹിറ്റ് മേക്കറായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് മോള്. 2018 ഇൻഡസ്ട്രി ഹിറ്റായിരുന്നു. എന്ത് തോന്നുന്നു ഇത് ഇങ്ങനെ? സന്തോഷമുണ്ട്. കാരണം എല്ലാ സിനിമയും എല്ലാവരും കാണുന്നുണ്ട്, എൻജോയ് ചെയ്യുന്നുണ്ട്, ഹിറ്റാകുന്നുണ്ട്. എല്ലാവരും ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതും അഭിപ്രായം വിളിച്ച് പറയുന്നുണ്ട്. അതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഗൂവും എല്ലാവർക്കും കാണുമ്പോൾ ഇഷ്ടമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിനകത്ത് ഈ ഹൊറർ സബ്ജക്റ്റുകളുടെ ഷൂട്ടിങ് തന്നെ ഇപ്പോൾ അരമന 4ൻ്റെ അതിനകത്ത് ഫസ്റ്റ് ഹാഫിൽ തന്നെ ഒരുപാട് മോളുടെ മോക്ക് ഇമ്പോർട്ടൻസ് ഉള്ള ഒരുപാട് സീൻസ് ഉണ്ട്. മോളിലൂടെ തന്നെയാണ് കഥ പോകുന്നത്. അതിലെന്താ ഇപ്പോൾ മോള് കിടക്കുമ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് ഇങ്ങനെ കൈയൊക്കെ വരുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഈ സെക്കൻഡ് ഹാഫിലുള്ള പല രംഗങ്ങൾ, മോളെ കൊല്ലാൻ പോകുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അപ്പോൾ അതുപോലെ പല സീക്വൻസുകളും ഈ സിനിമയിലും കാണും. ഹൊറർ സബ്ജക്റ്റ് ആണല്ലോ. അപ്പോൾ അത്തരം സീനുകൾ ഷൂട്ട് ചെയ്യുമ്പോൾ മോക്ക് എങ്ങനെയാണ്? മോക്ക് പ്രത്യേകിച്ച് പേടിയുണ്ടെന്ന് പറഞ്ഞു. ചില സീനിന് നമുക്ക് കുഴപ്പമില്ല. കാരണം നമുക്കറിയാലോ, ഇപ്പം കൈ വരുന്ന സീൻ ആണെങ്കിൽ ഒരു എഡി ചേട്ടൻ അല്ലെങ്കിൽ അസോസിയേറ്റ് ഡയറക്ടർ ചേട്ടൻ കയ്യിലൊരു ബ്ലൂ കളർ ഗ്ലൗസ് ഇടുക, അല്ലെങ്കിൽ ഒരു ഗ്രീൻ കളർ ഗ്ലൗസ് ഇട്ടിട്ട് ഇങ്ങനെ വരും. അപ്പോൾ നമുക്കറിയാവുന്ന ആളാണ് ചെയ്യുന്നത്. അത് ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് 2 സീനിലേ പേടിച്ചിട്ടുള്ളൂ. അത് നമുക്കറിയാം ഇന്ന ആളാണ് അഭിനയിക്കുന്നത്, ഇന്ന ആൾ ഇന്ന ക്യാരക്ടറാണ് ചെയ്യുന്നത്, നമ്മൾ ഫുൾ കാണുന്നതാണ്. അപ്പോൾ ആകെ കുറച്ച് പേടിച്ചിട്ടുള്ളൂ. പക്ഷേ നമ്മൾ സിനിമ ഒരു സമയത്ത് ഇത്തിരി കണ്ടിരുന്നു. ആ സമയത്ത് ഞാൻ പേടിച്ചു. കാരണം ഞങ്ങളെല്ലാവരും കുട്ടികളൊക്കെ കണ്ടുകൊണ്ടിരുന്നതാണ് ആ സീൻ നടക്കുന്നത്. നമ്മളൊക്കെ ആഹാ ഇവരിങ്ങനെ ചെയ്യാണോ, അതൊക്കെ നല്ല കഷ്ടപ്പാടായിരിക്കും അല്ലേ എന്നൊക്കെ വിചാരിച്ച് ഇരുന്നിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും ഇപ്പോൾ ഒരു കൊച്ചു മോളൊക്കെ ഉണ്ട്, ഞങ്ങളെല്ലാവരും ഇങ്ങനെ നോക്കിയിരുന്നുണ്ട്. പക്ഷേ തിയേറ്ററിൽ വന്ന് കണ്ടപ്പോൾ ഇത്തിരി പേടിച്ചു ഞാൻ. അത് ചിലപ്പോൾ എനിക്ക് അത്രയും പേടിയുള്ളതുകൊണ്ടായിരിക്കും. പക്ഷെ എൻ്റെ പ്രായത്തിലുള്ള കൂട്ടുകാർക്ക് ആ ജോണറാണ് ഏറ്റവും ഇഷ്ടം. ഹൊറർ. ഹൊറർ മോക്ക് ഹൊറർ ഇഷ്ടമല്ല? ഹൊറർ ഞാൻ കാണും, ഇത്തിരി പേടിയാണ് എന്നാലും കാണും. ഏറ്റവും ഇഷ്ടപ്പെട്ട ഹൊറർ മൂവി ഏതാ? അങ്ങനെയില്ല, മിക്ക മൂവീസും കാണാറുണ്ട്. എല്ലാം ഇഷ്ടമാണ്. മിക്ക മൂവീസിലും പേടിക്കാറുമുണ്ട്. ഈ സിനിമ ഇപ്പോൾ അരമന 4 ഫ്രണ്ട്സൊക്കെ കണ്ടിരുന്നു. അവർ എന്താ പറഞ്ഞത് അതിനെപ്പറ്റി? സിനിമയിൽ ഫ്രണ്ട്സ് പറഞ്ഞു നീ നന്നായിട്ട് ചെയ്തു, ഞങ്ങൾ ഇത്തിരിയൊക്കെ പേടിച്ചു, ക്ലൈമാക്സ് ഒക്കെ നല്ലതായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഇതിലൂടെ എന്താ വീണ്ടും പേടിപ്പിക്കാനായിട്ട് വരെയാണ്. ഇപ്പോൾ പേടി എന്ന് പറഞ്ഞൊരു ടീസർ 2 ദിവസം മുമ്പേ റിലീസ് ചെയ്തിരുന്നു. അതിനകത്ത് മോളൊരു പുതപ്പിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഇങ്ങനെ ഒന്ന് പേടിച്ചിങ്ങനെ വിളിക്കുന്ന ഒരു സീൻ, പുതപ്പല്ല കർട്ടൻ, അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഇങ്ങനെ അത് തന്നെ പേടിച്ചിങ്ങനെ വിളിക്കുന്ന ഒരു സീക്വൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ പേടി അഭിനയിച്ച് കാണിക്കാൻ എങ്ങനെയാണ്? പാടാണ് അത്? സത്യത്തിൽ എളുപ്പമാണ്. കാരണം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ പേടിയുണ്ട്. അതും നമ്മുടെ ക്യാരക്ടറിനും നല്ല പേടിയുള്ള ഒരാളാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും, കുറച്ചും കൂടെ പേടി അഭിനയിക്കാൻ പറ്റും. ഓൾറെഡി പേടിയുള്ളത് കൊണ്ട് എളുപ്പമായി. പിന്നെ നമ്മൾ മനസ്സിൽ അത് ഇമാജിൻ ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും പേടി വരും. അങ്ങനെ നമ്മൾ അഭിനയിക്കും. അതെങ്ങനെയാണ് അവർ പറഞ്ഞു തരുന്ന രീതി എന്ന് പറഞ്ഞാൽ? മനുചേട്ടൻ നന്നായിട്ട് പറഞ്ഞു തരും. ആ സമയത്ത് ചേട്ടൻ ഇങ്ങനെ പറയും, ഇങ്ങനൊരു സാധനം ഇങ്ങനെ വരികയാണെന്ന് വിചാരിച്ചോ. അപ്പോൾ ദേവു ഇപ്പോൾ പെട്ടെന്ന് അത് കണ്ടു, ദേവുവിൻ്റെ മനസ്സിലിപ്പോൾ സംശയമാണ്, പേടി ഉണ്ടാകും ചെറുതായിട്ട്. അപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ അടുത്ത് വരികയാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് ബാക്കിലേക്ക് പോയി, അപ്പോൾ ദേവുവിന് പെട്ടെന്ന് അത് പേടിയായി. അങ്ങനെയൊക്കെ ഭയങ്കര രസമായിരുന്നു. ചേട്ടൻ നന്നായിട്ട് പറഞ്ഞു തരും. ആ സമയത്ത് നമ്മുടെ മനസ്സിൽ ഇമാജിനേഷൻ നമ്മൾ ഇമാജിൻ ചെയ്യും, ഇങ്ങനെ ക്യാരക്ടർ ഇങ്ങനെ ചെയ്യുമായിരിക്കും ആ സമയത്ത്, അങ്ങനെ ഓർത്തിട്ട് ചെയ്യും.
ഇതിനകത്ത് ലാലേട്ടൻ്റെ നറേഷനൊക്കെ ഇങ്ങനെ ഉണ്ട്. ലാസ്റ്റ് ആ ട്രെയിലറിൽ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അത് ആദ്യം തന്നെ ലാലങ്കളുടെ ഒരു നറേഷനാണുള്ളത്. അത് ലാലങ്കളിനെയൊക്കെ നേരിട്ട് കണ്ടിരുന്നു? ആ ലാലങ്കളുടെ കണ്ടിരുന്നു. കാരണം എന്നെ ഡബിങ്ങിൻ്റെ സമയത്താണ് ലാലങ്കളുടെയും ഉണ്ടായിരുന്നത്. ആ സമയത്ത് ലാലങ്കളിനെ കണ്ടു. അതും ഞാൻ ലാലങ്കളുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. ആറാട്ടിൽ ഒരു കുഞ്ഞ സീൻ ഉണ്ടായിരുന്നു. ലാലങ്കളുടെ കൂടെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അദ്ദേഹം അപ്പോൾ ഇതിനു മുമ്പേ അഭിനയിച്ചിട്ടുള്ളത് കൊണ്ട് പിന്നെ മാളികപ്പുറം ഹിറ്റായതിനു ശേഷമൊക്കെ കണ്ടിരുന്നു, ഇത്രയും ഫാൻസ് ആയതിനു ശേഷം? മാളികപ്പുറം ഹിറ്റായതിനു ശേഷം കണ്ടത് എനിക്ക് തോന്നുന്നു ഗൂവിനാണ്. ഗൂവിൻ്റെ ഡബിങ് സമയത്ത്. അപ്പോൾ എന്ത് പറഞ്ഞു? അപ്പോൾ കണ്ടപ്പോൾ തന്നെ സ്വാമി ശരണെന്ന് പറഞ്ഞു ഞങ്ങള്. ഓക്കെ. ഇപ്പോൾ ഈ മാളികപ്പുറത്തിന് ശേഷം ഒരുപാട് ഫാൻസ് ആയല്ലോ. ഞാനാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമൊക്കെ ഇങ്ങനെ നോക്കിയപ്പം ഇപ്പോൾ ദേവനന്ദയുടെ പേരിലൊരു ഫാൻസ് അസോസിയേഷനൊക്കെ ഉണ്ട്. അപ്പോൾ എങ്ങനെ ഇവരെയൊക്കെ ഫാൻസിനെയൊക്കെ കാണാറുണ്ടോ സ്ഥിരം? കാണാറുണ്ട്. കാരണം ഫാൻസ് ചേട്ടന്മാരും ചേച്ചിമാരും ഓരോ ജില്ലയിൽ പോകുമ്പോഴും വരാറുണ്ട്. അവർ ഭയങ്കര സപ്പോർട്ടാണ്. ഇപ്പം അരന്മനെ ഇറങ്ങി അന്ന് തന്നെ പോയി കണ്ട് എന്താണ് അഭിപ്രായം ഒക്കെ അറിയിച്ചു. അതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഇതിനകത്ത് ഇപ്പോൾ മോക്ക് പഴയതുപോലെ ആയിരിക്കില്ല. കാര്യം ഇപ്പോൾ മാളികപ്പുറം ഹിറ്റായതിനു ശേഷം എവിടെ പോയാലും ആളുകൾ റെക്കഗ്നൈസ് ചെയ്യും, വന്ന് സംസാരിക്കും. അപ്പോൾ ഇത് ഇങ്ങനെ ശല്യമായിട്ട് തോന്നാറുണ്ടോ എന്ന് പറഞ്ഞാൽ? ഇല്ല, കാരണം അത് സന്തോഷമാണ്. ഞാൻ 12ാമത്തെ സിനിമയാണ് മാളികപ്പുറം. 11 സിനിമകൾ അതിന് മുമ്പ് അഭിനയിച്ചു. പക്ഷെ ആർക്കും അറിയില്ലായിരുന്നു. നമ്മൾ പോയി പറയണം, നിങ്ങൾ ഈ സിനിമ കണ്ടിരുന്നോ, അതിൽ ഈ സീനിൽ ഞാൻ ഉണ്ടായിരുന്നു, അത് ഓർക്കുന്നുണ്ടോ? ഇപ്പോൾ നമ്മളെവിടെ പോയാലും ആൾക്കാർക്ക് അറിയാം, ഇങ്ങോട്ട് വരും, സെൽഫി എടുക്കും, സംസാരിക്കും. അതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഇതിനകത്ത് ഇപ്പോൾ അന്ന് കഴിഞ്ഞ കൊല്ലം തന്നെ ഒരു അവാർഡ് വിവാദമൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ സമയത്ത് തന്നെയും ഇപ്പോൾ മോള് എന്താ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, അവാർഡ് ഒരാൾക്കല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ആ സമയത്താണെങ്കിലും ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് വന്നിരുന്നു, പോസ്റ്റുകളൊക്കെ ഇട്ടും ഒക്കെ വന്നിരുന്നു. അതൊക്കെ കണ്ടപ്പോൾ എന്ത് തോന്നി മോക്ക് ഇത്രയും സപ്പോർട്ട് കിട്ടിയപ്പോൾ ആ സമയത്ത്? സപ്പോർട്ട് എല്ലാവരും ഇപ്പോൾ ആ സമയത്ത് മാത്രമല്ല, സിനിമ ഇറങ്ങുമ്പോഴും തരുന്നുണ്ട്. ആ ഇതിനുള്ള ഉത്തരം ഓൾറെഡി പറഞ്ഞു. ആ ടോപ്പിക് അവിടെ കഴിഞ്ഞു. ഇപ്പോൾ പുതിയ സിനിമ ഇറങ്ങാൻ പോവാണ്, അതിൻ്റെ വിശേഷങ്ങളാണ്. ഓക്കെ. ഈ ഇതിൻ്റെ സംഭവം ഇപ്പോൾ നാളെ അടുത്ത് റിലീസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അത് കഴിഞ്ഞ് ഇനി മോളുടെ മറ്റ് സിനിമകൾ എന്തൊക്കെയാണ്? മാളികപ്പുറം ടീമിൻ്റെ പുതിയ സിനിമ അനൗൺസ് ചെയ്യാൻ പോവുകയാണ്. ഈ മാസം തന്നെ ഉണ്ടാകും. അതിൻ്റെ അപ്ഡേറ്റ് വിടുന്നതായിരിക്കും നമ്മൾ. അത് എന്താ ഇതുപോലൊരു സസ്പെൻസ് തന്നെയാണോ? ജോണറാണോ? ജോണർ എന്ത്? ഞാൻ ജോണർ പറയുന്നില്ല. ഇപ്പോൾ ഒരു മൊത്തം സസ്പെൻസ് ആണ് അതിൻ്റെ കാര്യങ്ങൾ. നമ്മളിപ്പോൾ പറയുന്നില്ല. ഈ മാസം തന്നെ ഉണ്ടാകും അപ്ഡേറ്റ്സ്. അഭിലാഷ് ചേട്ടൻ തന്നെയാണ് റൈറ്റർ, വിഷ്ണു ചേട്ടൻ തന്നെയാണ് ഡയറക്ടർ. അങ്ങനെ ആ ടീം പിന്നെയും വരികയാണ്. ഇപ്പോൾ മോള് 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞു. ഇപ്പോൾ 6ാം ക്ലാസ്സിലായി. 6ാം ക്ലാസ്സിലായി. ഇപ്പോൾ ഇഷ്ടംപോലെ സിനിമകളുണ്ട്. ഇപ്പോൾ അടുത്ത് മാളികപ്പുറം കഴിഞ്ഞപ്പോൾ സിനിമകളുടെ എണ്ണം കൂടി. അപ്പോൾ ഇഷ്ടംപോലെ ഈ സിനിമകൾ വരുമ്പോൾ പഠിക്കാൻ എങ്ങനെ സമയം കിട്ടാറുണ്ടോ അതിനനുസരിച്ച്? പഠിക്കാൻ സമയം കിട്ടാറില്ല. ഷൂട്ട് കഴിഞ്ഞിട്ട് വന്ന് നോട്ട്സ് എഴുതും. അഥർവ് എന്ന് പറഞ്ഞൊരു എൻ്റെ ഫ്രണ്ടാണ് നോട്ട്സ് അയച്ചു തരുന്നത്. അമ്മയും പഠിക്കാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ ടീച്ചേഴ്സൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. എക്സാമിന് പോയാൽ മതി. ഇത് അല്ലാതെ സ്കൂൾ അന്തരീക്ഷമൊക്കെ മിസ് ചെയ്യുന്നുണ്ടോ? സ്കൂളിൽ ചെന്ന് ഫ്രണ്ട്സിനെ? ഇടയ്ക്ക് മിക്സ് ആകും. ഫ്രണ്ട്സിനെ ഇപ്പോൾ വീഡിയോ കോൾ ചെയ്യും. പിന്നെ നമ്മൾ അറിയും സ്കൂളിൽ ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത്. ഡെയിലി അപ്ഡേറ്റ്സ് കിട്ടാറുണ്ട്? കിട്ടാറുണ്ട്. അതും സ്കൂളിൽ പോകാൻ പറ്റുമ്പോഴൊക്കെ പോകും. ഇപ്പോൾ ഒരുപാട് നടന്മാരുടെ കൂടെയായി സിനിമകൾ. ഇപ്പോൾ മിന്നൽ മുരളിയിൽ ഇപ്പോൾ ടൊവിനോടെ ആയി, പിന്നെ ആറാട്ടിൽ ലാലേട്ടൻ്റെ കൂടെയായി, 2018 കുഞ്ചാക്കോ ബോബൻ്റെ ഇപ്പോൾ മകളായിട്ട് വന്നു, ഇപ്പോൾ മാളികപ്പുറത്തിൽ ഉണ്ണി മുകുന്ദൻ്റെ കൂടെ. അങ്ങനെ ഇപ്പോൾ ഒരുപാട് സിനിമകളായി. ഇനി ആരുടെ കൂടെ അഭിനയിക്കണം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ മോളുടെ ഒരു ആഗ്രഹം എന്താണ്? എനിക്ക് എല്ലാവരുടെയും കൂടെ അഭിനയിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഇന്ന ആളെന്നില്ല പ്രത്യേകിച്ച്. നല്ല സിനിമ കിട്ടുകയാണെങ്കിൽ നല്ല ക്രൂവിൻ്റെ കൂടെ, നല്ല കാസ്റ്റ് മെമ്പേഴ്സിൻ്റെ കൂടെ അഭിനയിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഇത് ഈ അഭിനയം തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകാൻ? അഭിനയം കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ട്. ഈ ഇപ്പോൾ തമിഴിൽ ഒരു ഈ അരമനെ ഫോർ ഇപ്പോൾ ഇത്ര വലിയ വിജയമായി. ഇനി അടുത്ത് തെലുങ്ക്, ഹിന്ദി അങ്ങനെയുള്ള അങ്ങോട്ട്? അരമനെ തെലുങ്കായിട്ട് തന്നെയാണ് ഇറങ്ങിയത്, അല്ലാതെ മൊഴി മാറ്റിയല്ല ചെയ്തത്. അവിടെ ബാക്കെന്ന് പറഞ്ഞാണ് അത് റിലീസായത്. ഇപ്പോൾ അരമനെ ഇറങ്ങിയിട്ടേ ഉള്ളൂ. കുറച്ചും കൂടെ പുതിയ കോൾസ് വരാൻ വെയിറ്റ് ചെയ്യാണ്. മറ്റ് ഇൻഡസ്ട്രികളിൽ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ടോ? കിട്ടിയാൽ സന്തോഷം. ഈ അരമനയിൽ അഭിനയിക്കുമ്പോഴെങ്ങനെയായിരുന്നു? ഈ ഭാഷ ഒരു പ്രശ്നമായിട്ട് വന്നിരുന്നു തമിഴ്?
തമിഴും മലയാളം തമ്മിൽ ഇത്തിരി ഒരു സിമിലാരിറ്റി ഉണ്ട്. ഇത്തിരി പഠിച്ചു. പിന്നെ തംഗ്ലീഷിൽ എഴുതി തരും എനിക്ക്. ഇംഗ്ലീഷിൽ തമിഴ് ഡയലോഗ്സ് എഴുതി തരും. അപ്പോൾ അത് വായിച്ച് പഠിക്കും. പിന്നെ നോക്കിയാൽ അരൺമനയിൽ എനിക്ക് ഡയലോഗ്സ് കുറവാണ്, കുറച്ചും കൂടി പെർഫോം ചെയ്യാനാണുള്ളത്. അപ്പോൾ അവരുടെ കൂടെയൊക്കെയുള്ള ഈ തമന്നയുടെ മകളായിട്ടാണ്. അപ്പോൾ ഒരുപാട് കോമ്പിനേഷൻ സീൻസ് ഉണ്ടായിരുന്നു തമന്നയായിട്ടൊക്കെ. അതിലൊരു സോങ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ അതെ അതെ, തുടക്കത്തിലൊരു സോങ് ഉണ്ട്, പിന്നെ ഇന്റർവ്യൂവിന് ശേഷം ഒരു സോങ് ഉണ്ട്. അതെ അതെ. അപ്പോൾ അത് ആ സമയത്തൊക്കെയുള്ള ഈ കോമ്പിനേഷൻ സീൻസിന്റെ എക്സ്പീരിയൻസ് അതൊക്കെ ഭയങ്കര രസമായിരുന്നു. തമന്ന ദീദിയുടെ മോളായിട്ടാണ്. അപ്പോൾ ജോലിൽ ഇപ്പോൾ മിക്കവരും കണ്ടിട്ടുണ്ടാകും. നമ്മൾ ആ ഫാമിലി സോങ്, ആ ഫാമിലിയിൽ നടക്കുന്നത് ഡെയിലി ലൈഫിൽ, ക്ലൈമാക്സിലുള്ള അമ്മൻ സോങ് ആ ഫെസ്റ്റിവലിൻ്റെ സമയത്തുള്ള ഇതാണ്. അതൊക്കെ റാഷി ദീദിയുടെയും ദീദിയുടെ ഒക്കെ കൂടെ ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഫെസ്റ്റിവലിന് അതിന് തന്നെ ഇപ്പോൾ സിനിമ ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്. അതിനകത്ത് ഒരു ചേസിങ് സീനൊക്കെ ഉണ്ട്, കുറേ ഇങ്ങനെ ഓട്ടം, മോളിങ്ങനെ ചാടിപ്പോകുന്നു, അതിനകത്ത് എന്താ കുറേ ഈ തടിക്കഷ്ണങ്ങളുടെ ഇടയിൽ കൂടെയൊക്കെ ചാടിപ്പോകുന്നു, ഈ വന്ന് വീഴാൻ പോകുന്നു, വീഴുമ്പോൾ ഇങ്ങനെ പിടിച്ച് പൊക്കിയെടുക്കുന്നു. ആ ആക്ഷൻ സീക്വൻസിൻ്റെ ഷൂട്ടിംഗ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അതൊക്കെ ഭയങ്കര രസമായിരുന്നു. കാരണം ഞാൻ ഏറ്റവും കഷ്ടപ്പെട്ട് സ്റ്റണ്ട് ചെയ്തിരിക്കുന്നത് അരൺമനയിലാണ്. ഇപ്പം മാളികപ്പുറത്തിൽ ആ ഫൈറ്റിൻ്റെ ഇടയ്ക്ക് പൊക്കി എന്ന് ഉണ്ണിച്ചേട്ടൻ വെക്കുന്നുണ്ട്, ആ സ്റ്റണ്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മിന്നൽ മുരളിയിലാണെങ്കിലും ബസ്സിൽ തൂങ്ങിക്കിടക്കുന്ന സ്റ്റണ്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു 3 സിനിമകളുടെ എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ടാണ് അരൺമനയിലേക്ക് പോയത്. അരൺമനയിൽ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഇത്തിരിയൊക്കെ കാല് മുറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ കഷ്ടപ്പാടെല്ലാം തിയേറ്ററിൽ നന്നായിട്ട് വന്നു, എല്ലാവരും എൻജോയ് ചെയ്തു. അതും സുന്ദർ സിംഗുകളുടെ കൂടെ ആയിരുന്നു സ്റ്റണ്ട്. അപ്പോൾ ഭയങ്കര രസമായിരുന്നു. അദ്ദേഹം സുന്ദർ സിംഗ് പുള്ളി എങ്ങനെ സപ്പോർട്ടായിരുന്നു? നല്ല സപ്പോർട്ടായിരുന്നു. അങ്കിൾ മാളികപ്പുറം കണ്ടിട്ടുണ്ടായിരുന്നു, അങ്കിളിന് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ടായിരുന്നു സിനിമ. പിന്നെ സ്റ്റണ്ട് ചെയ്യുമ്പോഴൊക്കെ കൈയടിക്കും, എല്ലാവരും നന്നായിട്ട് ചെയ്തെന്നൊക്കെ പറയും. ഓക്കെ. അപ്പോൾ എന്തായാലും ഗു ഇപ്പോൾ ഉടനെ തിയേറ്ററിൽ ഇപ്പോൾ നാളെ റിലീസാവുകയാണ്. അപ്പോൾ സിനിമയെപ്പറ്റി ആളുകളുടെ അടുത്ത്, നമ്മുടെ പ്രേക്ഷകരുടെ അടുത്ത് എന്താ പറയാനുള്ളത്? എല്ലാവരും പോയി കണ്ടിട്ട് അഭിപ്രായം അറിയിക്കണം. ഗുളികൻ്റെ അത്ഭുതങ്ങളായിട്ടാണ് ഞങ്ങൾ നാളെ വരുന്നത് തിയേറ്ററുകളിലേക്ക്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാകും, കണ്ടു നോക്കണേ. ഓക്കെ. അപ്പോൾ എന്തായാലും ഈ ഗുവിനെ പറ്റിയിട്ടും പിന്നെ കഴിഞ്ഞ ഈ അരമനെ ഫോറിനെ പറ്റിയിട്ടൊക്കെ ഒരുപാട് ഞങ്ങൾ സംസാരിച്ചു. അപ്പോൾ എന്തായാലും വളരെയധികം നന്ദി. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.